എല്ലാ പത്രങ്ങളുടെയും പ്രധാന ലീഡ് തീർച്ചയായും ഇന്നലെ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് തന്നെയായിരിക്കും. ആ ബഡ്ജറ്റിന് എന്ത് തലക്കെട്ടാണ് പത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നതാണ് വലിയ ആകാംക്ഷയുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് എല്ലാ പത്രങ്ങളെയും തലക്കെട്ടുകളൊന്ന് നോക്കി വരാം. എങ്ങനെയായിരിക്കും പത്രങ്ങൾ ഇന്നലത്തെ ബഡ്ജറ്റിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? മിഡിൽ ക്ലാസ് ബഡ്ജറ്റ് എന്നൊക്കെയാണല്ലോ നമ്മൾ പറയാറ്. മനോരമ വരുമാനന്ദം എന്നാണ്. വരുമാനന്ദം മനോഹരമായ തലക്കെട്ടാണ്. വരുമാനന്ദം, ആദായ നികുതിയിൽ ബമ്പർ ഇളവ് എന്നാണ് പത്രം വിശേഷിപ്പിക്കുന്നത്. വരുമാനന്ദം എന്ന തലക്കെട്ടാണ് മനോരമ നൽകിയിരിക്കുന്നത്. ആദായ മധുരം എന്ന തലക്കെട്ടാണ് മാതൃഭൂമി പത്രം നൽകിയിരിക്കുന്നത്. ദേശാഭിമാനിയിൽ ബീഹാർ ഡൽഹി വോട്ട് ബജറ്റ് എന്നാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്ന തലക്കെട്ട്. മാധ്യമത്തിൽ നിർലോഭം നിർദ്ദയം എന്ന തലക്കെട്ടാണ്. നിർദ്ദയം എന്നുള്ളത് കേരളത്തിന് കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല, ബീഹാറിന് കൈയച്ച് സഹായം എന്ന അർത്ഥത്തിൽ കൂടിയാണ്. നിർലോഭം നിർദ്ദയം എന്ന തലക്കെട്ടാണ് മാധ്യമത്തിൻ്റേത്. ദ ഹിന്ദു പത്രത്തിൻ്റെ തലക്കെട്ട് ദ ബൊണാൻസ ഫോർ ദ മിഡിൽ ക്ലാസ് എന്നതാണ്. മിഡിൽ ക്ലാസിന് ബൊണാൻസ എന്നതാണ്. ഇനി സൺഡേ ടൈംസ് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ഗുഡ് മോർണിംഗ് ഇന്ത്യ, ഗുഡ് മോർണിംഗ് ഇന്ത്യ എന്ന തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ പ്രഭാതം മാത്രമല്ല, മനോഹരമായൊരു ചിത്രം കൂടി ദ സൺഡേ ടൈംസ് ഒരു ഗ്രാഫിക്സ് ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. ദ ബഡ്ജറ്റ് ഈസ് ഫോർ ആസ്പിറേഷൻസ് ഓഫ് 140 CR ഇന്ത്യൻസ്, ദ പീപ്പിൾ 1 lakh crore ഓൺലി എന്ന് പറയുന്നത്. 1 ലക്ഷം കോടി രൂപയുടെ ഒരു ചെക്ക് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി എഴുതി തള്ളുകയാണ് നരേന്ദ്രമോദി സർക്കാരും നിർമ്മലാ സീതാരാമനും. കാരണം 12 ലക്ഷം വരെ ടാക്സിൽ സ്ലാബ് റിബേറ്റ് അനുവദിച്ചതോടുകൂടി, ഇളവ് അനുവദിച്ചതോടുകൂടി സർക്കാരിന് നഷ്ടമാകുന്നത് 1 ലക്ഷം കോടി രൂപയാണ് എന്നാണ് ഇന്നലെ സർക്കാർ പറഞ്ഞത്. അപ്പോൾ വിവിധ തലക്കെട്ടുകൾ കണ്ടു. ദ ഹിന്ദു ടാക്സ് ബൊണാൻസ ഫോർ ദ മിഡിൽ ക്ലാസ്, മാധ്യമം നിർലോഭം നിർദ്ദയം എന്ന തലക്കെട്ട്, ദേശാഭിമാനിയിൽ വോട്ട് ബജറ്റ് എന്ന തലക്കെട്ട്, മാതൃഭൂമിയിൽ ആദായ മധുരം എന്ന തലക്കെട്ട്, മലയാള മനോരമയിൽ ആദായ നികുതിയിൽ ബമ്പറിളവ് വരുമാനന്ദം എന്ന തലക്കെട്ട്. ഇനി പത്രത്തിലെ നമ്മൾ ഇന്നലെ വിശദമായി തന്നെ ഇത് വിശേഷിപ്പിച്ചതാണ്. ഈ ബഡ്ജറ്റിനെ നമ്മൾ ആഴത്തിൽ പരിശോധിച്ചതുമാണ്. പ്രധാനമായിട്ടും അറിയേണ്ടത് എത്ര വരെ ടാക്സ് കൊടുക്കണമെന്നുള്ളതാണ്. നിങ്ങളിൽ അടക്കം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും 12,70,50,000 രൂപ വരെയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ, വാർഷിക വരുമാനമെങ്കിൽ, അതായത് 1 ലക്ഷവും 1,05,000 ഒക്കെ ആണെങ്കിലും, 6,000, 7,000 വരെ ആണെങ്കിലും, 1,07,000 രൂപയാണ് അല്ലെങ്കിൽ 6,000 രൂപയാണ് നിങ്ങളുടെ മാസ ശമ്പളമെങ്കിൽ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട. 1,07,000, 6,000 ആണെങ്കിൽ. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, വാർഷിക വരുമാനം 12,70,50,000 മുകളിൽ 1 രൂപ കൂടി വന്നാൽ നിങ്ങൾ ഈ സ്ലാബ് അനുസരിച്ചുള്ള നികുതി കൊടുക്കേണ്ടി വരും. 4 ലക്ഷം വരെ നിങ്ങൾ നികുതി കൊടുക്കേണ്ട, 4 മുതൽ 8 വരെ 5%, അങ്ങനെ സ്ലാബുകൾ കണക്കാക്കി നിങ്ങൾ നികുതി കൊടുക്കേണ്ടി വരും. അപ്പോൾ വരുമാനം 12,70,50,000 വാർഷിക വരുമാനമുള്ളവർക്ക് ഒരു നികുതിയും അടയ്ക്കേണ്ടതില്ല. ശമ്പളക്കാരാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ചേർത്ത് 12.75 ലക്ഷം രൂപയ്ക്ക് വരെ നികുതിയില്ല എന്നാണ് പറയുന്നത്. കളിപ്പാട്ടം മുതൽ കപ്പൽ വരെ ഇന്ത്യയെ കളിപ്പാട്ട നിർമ്മാണത്തിൻ്റെ ആഗോള കേന്ദ്രമാക്കാൻ കർമ്മ പദ്ധതി, കപ്പൽ നിർമ്മാണത്തിന് ക്ലസ്റ്റർ, ഇന്ത്യയിൽ കപ്പൽ പൊളിക്കുന്നതിന് പ്രോത്സാഹനം, വില കുറയുന്നവ നമുക്കൊന്ന് വളരെ വേഗം നോക്കി വരാം. അപൂർവ രോഗങ്ങൾ, ക്യാൻസർ തുടങ്ങിയവയ്ക്കുള്ള 36 മരുന്നുകൾ, 6 ജീവൻ രക്ഷാ മരുന്നുകൾ, മരുന്നു കമ്പനികളുടെ രോഗീ സഹായ പരിപാടികൾക്ക് കീഴിലുള്ള മരുന്നുകൾ, LED LCD TV വില കുറയും, ഇലക്ട്രിക് വാഹനങ്ങൾ, ഇറക്കുമതി ചെയ്യുന്ന നിശ്ചിത വിഭാഗം ബൈക്കുകളും കാറുകളും, മൊബൈൽ ഫോൺ, സിന്തറ്റിക് ഫ്ലേവറിംഗ് എസൻസുകൾ, വൈറ്റ് ബ്ലൂ ലെതർ. വില കൂടുന്നവ നിറ്റ്വെയർ തുണിത്തരങ്ങൾ, ഇൻട്രാക്റ്റീവ് ഡിജിറ്റൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ, ഇറക്കുമതി ചെരുപ്പ്, PVC, ഫ്ലെക്സ് ഫിലിം, ഫ്ലെക്സ് ഷീറ്റ്, ഫ്ലെക്സ് ബാനർ തുടങ്ങിയവയ്ക്കൊക്കെ നികുതി കൂടുന്നു. അതായത് വില കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ടുള്ളത്. ആഹാ ആദായം എന്ന തലക്കെട്ടിൽ കുറച്ച് വിശദമായി തന്നെ ആ സ്ലാബിനെ പരിചയപ്പെടുത്തുന്നുണ്ട് മനോരമ. അതോടൊപ്പം ബഡ്ജറ്റ് കൂടാതെയുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത, ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ളൊരു വാർത്തയിൽ ഒരു ഭാഗത്ത് കേരളത്തിൻ്റെ ആശങ്ക ഉള്ളതും പോകുമോ എന്നുള്ളതാണ്. ആദായ നികുതി ഇളവ് കേരളത്തിൻ്റെ നികുതി വിഹിതത്തെ ബാധിക്കുമെന്നൊരാശങ്കയുണ്ട്. അതിൻ്റെ കാരണമായി പറയുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള പ്രത്യേക സഹായമെങ്കിലും കേന്ദ്ര ബജറ്റിലുണ്ടാകുമെന്ന കേരളത്തിൻ്റെ പ്രതീക്ഷ പാഴായി. ഉടൻ ഉദ്ഘാടനം പ്രതീക്ഷിക്കുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കും പിന്തുണയില്ല. വർഷങ്ങളായി ഇതാണ് പതിവെന്നതിനാൽ സംസ്ഥാന സർക്കാർ വലിയ ഞെട്ടലില്ല. ധനവകുപ്പ് വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്ന ആശങ്ക മറ്റൊന്നാണ്. എന്താണ്? ആദായ നികുതി ഇളവ് മൂലം കേന്ദ്ര സർക്കാരിന് നികുതി വരുമാനം കുറയുമ്പോൾ അതിൻ്റെ വിഹിതം ലഭിക്കുന്ന കേരളത്തിനും തിരിച്ചടിയായേക്കും. ധനകമ്മീഷന്റെ ശുപാർശയ്ക്കനുസരിച്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് കേന്ദ്രം പിരിക്കുന്ന നികുതിയുടെ 41% സംസ്ഥാനങ്ങൾക്ക് കൈമാറേണ്ടത്. ഈ തുകയുടെ 1.925% കേരളത്തിന് കിട്ടുന്നത്. ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിലെ കണക്ക്
കണക്കനുസരിച്ച് കേന്ദ്രത്തിൽ നിന്ന് അടുത്ത സാമ്പത്തിക വർഷം കേരളത്തിന് നികുതി വിഹിതമായി കിട്ടുക 27,382 കോടി രൂപയാണ്. ഇതിൽ കൂടുതൽ തുക 10,202 കോടി രൂപ ആദായ നികുതിയുടെ വിഹിതമാണ്. ആദായ നികുതിയിൽ ഗണ്യമായ ഇളവ് പ്രഖ്യാപിച്ചതിനാൽ ഇതിൽ കേരളത്തിൻ്റെ പങ്കും കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ധനവകുപ്പിനെ അലട്ടുന്ന ആശങ്ക. നമുക്ക് ആകെ കിട്ടാൻ പോകുന്നത് 27,382 കോടി രൂപയാണ്. 40,000 കോടിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ കാര്യം വലിയ ബുദ്ധിമുട്ടിലാകും. നമുക്ക് കണക്കനുസരിച്ച് 73,000 കോടി കിട്ടണം, പക്ഷേ അത് കിട്ടുന്നില്ല. ഗുജറാത്ത് കലാപത്തിലെ അതിജീവിത സാക്കിയ ജാഫ്രിയുടെ മരണം പത്രം ആദ്യ പേജിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നീതിക്കായി പോരാടി സാക്കിയ ജാഫ്രി മടങ്ങി. കലാപത്തിൽ കൊല്ലപ്പെട്ട മുൻ കോൺഗ്രസ് MP എഹ്സാൻ ജാഫ്രിയുടെ ഭാര്യ. വലിയ പോരാട്ടമായിരുന്നു അന്ന് ഈ സാക്കിയ ജാഫ്രി നടത്തിയത്. ആ പോരാട്ടത്തെ തുടർന്നാണ് വലിയ രീതിയിലുള്ള അന്വേഷണം ആരംഭിക്കുന്നത്. നരേന്ദ്രമോദിക്കെതിരെ കുറ്റപത്രം നൽകണമെന്ന് സാക്കി ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് നരേന്ദ്രമോദി SIT 10 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് മോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. അതിനെതിരെ വീണ്ടും സുപ്രീം കോടതി വരെ സാക്കിയെ പോരാടി. എന്നാൽ പിന്നീട് സുപ്രീം കോടതി അന്തിമമായി മോദിക്കെതിരെ തെളിവുകളില്ല എന്നതായിരുന്നു കണ്ടെത്തൽ. ഇതാണ് മനോരമ പത്രത്തിൻ്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. മാതൃഭൂമിയിലേക്ക് നമ്മളെത്തിയാൽ ബഡ്ജറ്റ് ഒഴിച്ചു നിർത്തിയാൽ, ബഡ്ജറ്റാണ് വിശദമായിട്ടുള്ള ഒരു ഗ്രാഫിക്സോട് കൂടി ആദ്യത്തെ 3-4 പേജുകളിലും സെൻട്രൽ പേജിലും പത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് ബഡ്ജറ്റ് തന്നെയാണ്. ധനക്കമ്മി ലക്ഷ്യം 4.4% കുറച്ചു. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നത് 34.20 ലക്ഷം കോടിയുടെ വരുമാനവും 50.65 ലക്ഷം കോടിയുടെ ചെലവുമാണ് പ്രതീക്ഷിക്കുന്നത്. ധനക്കമ്മി കുറച്ചുകൊണ്ടുവരിക, 4% ഉള്ളിലേക്കാക്കുക. 3% മാറ്റിയാൽ അത്രയും നല്ലത്. പക്ഷേ 4% അടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ആശ്വാസകരമായ ഒരു കാര്യം. ശബരിമലയെ പരിഗണിച്ചില്ല എന്ന വാർത്തയുണ്ട്. രാജ്യത്തിന് അസന്തുലിതാവസ്ഥയുണ്ടാക്കുന്ന സാമ്പത്തിക വളർച്ച എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഇത് ഒഴിച്ചു നിർത്തിയാൽ സാക്കിയ ജാഫ്രിയുടെ വാർത്ത ഉൾപേജിലുണ്ട്. ഒപ്പം നിരുപാധികം മാപ്പപേക്ഷിച്ച് IG സ്പർജൻ കുമാർ. വഞ്ചിയൂരിൽ റോഡ് തടസ്സപ്പെടുത്തിയുള്ള CPM സമ്മേളനത്തിൽ സ്വത്ത് നൽകിയില്ല, വീടിന് തീയിട്ട് വിജയൻ എന്ന് പറയുന്ന മകൻ അച്ഛനമ്മമാരെ തീ കൊളുത്തിക്കൊന്ന വാർത്തയും പ്രധാനപ്പെട്ട വാർത്തയായി പത്രം ഉള്ളിൽ നിർത്തുന്നു. ഇതിലെ ബജറ്റ് ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ വാർത്തകൾ കേരളത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേശാഭിമാനിയിൽ വിമർശനമാണ്. ബീഹാർ ഡൽഹി കേന്ദ്ര ബജറ്റ് വോട്ട് ബജറ്റ്. കേരളത്തിന് വീണ്ടും ഓട്ടക്കാലണ എന്ന തലക്കെട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബജറ്റിൽ കേരളം എന്ന വാക്കുപോലുമില്ല. സർവം സ്വകാര്യവൽക്കരണം, ബീഹാറിന് വാരിക്കോരി, 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ഇളവ്, അവഗണനയുടെ രാഷ്ട്രീയ രേഖ തുടങ്ങിയ വിമർശനമാണ് പത്രം ഉന്നയിക്കുന്നത്. അണുശക്തിയും ഇൻഷുറൻസും തീരെഴുതി എന്നുകൂടി പത്രം ആദ്യ പേജിൽ കൊടുക്കുന്നു. മാധ്യമത്തിൽ ഇടത്തരക്കാർക്ക് ആശ്വാസം, ബീഹാറിന് കൈയച്ച് സഹായം, കേരളത്തിന് വീണ്ടും അവഗണന. വിശദമായി തന്നെ ബജറ്റിൻ്റെ ഗ്രാഫിക് സഹിതം കേരളത്തോട് എന്തിനീ അരിശം എന്നാണ് മാധ്യമം പത്രം ആദ്യ പേജിൽ ചോദിക്കുന്നത്. ദ ഹിന്ദു പത്രത്തിലേക്ക് എത്തിയാൽ ബഡ്ജറ്റ് ഒഴിച്ചു നിർത്തിയാൽ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ബജറ്റ് തന്നെയാണ് ആദ്യ പേജിൽ എല്ലാ വാർത്തയും ഉള്ളത്. ബഡ്ജറ്റ് ബ്രിങ്സ് ഇൻ പ്ലെന്റി ഫോർ പോൾ ബൗണ്ട് ബീഹാർ. ബീഹാറിന് ധാരാളം വാരിക്കോരി കൊടുത്തു എന്ന് തന്നെയാണ് പത്രം പറയുന്നത്. ഫ്രഷ് ബൂസ്റ്റ് ഫോർക്കസ് ടു ഇസ് ക്ലീൻ എനർജിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ. ഗവൺമെൻറ് ടു റിമൂവ് FDI cap ഫോർ ഇൻഷുറൻസ് 100% മാറ്റി എന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. ദ ഹിന്ദു പത്രത്തിലും കണക്കുകൾ സഹിതം ഓരോരോ മേഖലകളിലുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചാണ് പത്രം പറയുന്നത്. എഡിറ്റോറിയലിൽ ഹോപ്പ് ഇൻ ദ ടൈം ഓഫ് ഡെസ്പറേഷൻ എന്നാണ്. ദ ബഡ്ജറ്റ് ഈസ് ബിൽറ്റ് ഓൺ എക്സ്പെക്ടേഷൻ വാട്ട് പീപ്പിൾ വിൽ സ്പെൻഡ് മോർ ഡ്രൈവ് ഗ്രോത്ത്. ജനങ്ങളുടെ കയ്യിൽ പണം എത്തുക, പണം മാർക്കറ്റിലേക്ക് ഇറക്കുക, ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ കൂട്ടുക, പബ്ലിക് സ്പെൻഡിങ് കൂട്ടുക, അങ്ങനെ പൊതു ചെലവ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം മാർക്കറ്റിൽ ഇറക്കി സാധനങ്ങൾ വാങ്ങണം. സാധനങ്ങൾ വാങ്ങുമ്പോൾ സർക്കാരിന് വരുമാനം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ മാത്രവുമല്ല, വിവിധ കമ്പനികൾ ഈ മേക്ക് ഇൻ ഇന്ത്യയുടെയൊക്കെ ഭാഗമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതിരിക്കുന്നു. അപ്പോൾ അവരെ വാങ്ങുന്ന ആളുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. ഒരു വലിയ ഉപഭോഗ സംസ്കാരം ഇന്ത്യയിൽ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ബഡ്ജറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഉപഭോഗശേഷി വർദ്ധിപ്പിക്കാനും വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാനുമാണ് ഈ നികുതി ഇളവ് നൽകിയിരിക്കുന്നത്. 19,000 രൂപ വരെ 12 ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് ഒരു വർഷം പോക്കറ്റിലേക്ക് വരും. ആ പൈസ ഉപയോഗിച്ച് നിങ്ങൾ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ TVയോ കാറോ ഒക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ നികുതി ഇനത്തിൽ സർക്കാരിന് പൈസ കിട്ടുകയും ചെയ്യും. അത് വേറൊരു തരത്തിൽ സർക്കാരിന് വരുമാനമായി മാറും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തയുള്ളത്. ഗുഡ് മോർണിംഗ് ഇന്ത്യ എന്ന് സൺഡേ ടൈംസിന് മനോഹരമായ തലക്കെട്ടുണ്ട്. അതിൽ ലക്ഷ്മി ബാങ്ക് എന്ന പേരിലൊരു ചെക്കിൻ്റെ ഗ്രാഫിക് ഡിസ്പ്ലേ കാണാം. 1 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ചിലവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ സർക്കാർ തീരെഴുതുന്നു എന്നാണ് ഇന്നലെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് ഈ ബഡ്ജറ്റിലെ ഇളവ് പ്രഖ്യാപിക്കുമ്പോൾ. ഇതൊക്കെയാണ് ഇന്നലത്തെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ പത്രങ്ങൾ പ്രധാനപ്പെട്ട വാർത്തയും എഡിറ്റോറിയലും ആക്കി മാറ്റിയിരിക്കുന്നത്.